മാറി നിൽക്കാൻ പറഞ്ഞതെന്തിന്? വയനാട് ടൗൺഷിപ്പ് സന്ദർശനത്തിനിടെ CPM ജില്ലാ സെക്രട്ടറി K. റഫീഖിനോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ട മെഗാസ്റ്റാർ മമ്മൂട്ടിക്കെതിരെ ഇടത് സൈബർ ഇടങ്ങളിൽ പ്രതിഷേധം ആളിക്കത്തുന്നു. രമേശ് പിഷാരടിയും ആൻഡോ ജോസഫും എപ്പോഴും കൂടെയുണ്ടാകാമെങ്കിൽ ഒരു ജനപ്രതിനിധിയെ എന്തിനാണ് പരസ്യമായി അപമാനിച്ചതെന്നാണ് സൈബർ സഖാക്കളുടെ ചോദ്യം. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ രമേശ് പിഷാരടി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായേക്കുമെന്ന വാർത്തകൾക്കിടെയാണ് മമ്മൂട്ടിയുടെ ഈ നിലപാടെന്ന് ഇടത് പ്രൊഫൈലുകളെ കൂടുതൽ ചൊടിപ്പിച്ചിരിക്കുകയാണ്. ഇതോടെ കൈരളി ചാനൽ ചെയർമാൻ കൂടിയായ മമ്മൂട്ടിക്ക് സ്വന്തം പാർട്ടിയുടെ അണികളിൽ നിന്ന് തന്നെ കടുത്ത സൈബർ ആക്രമണം നേരിടേണ്ടി വരുന്ന അപൂർവ സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത്. സിനിമയിൽ നിങ്ങൾ വലിയവനാകാം, പക്ഷേ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന നേതാവിനെ അപമാനിക്കുന്നത് സഹിക്കാനാവില്ല എന്നാണ് സൈബർ പോരാളികളുടെ പക്ഷം. മമ്മൂട്ടി ലൊക്കേഷനിൽ ഇരുന്നപ്പോൾ ദുരന്തമുഖത്ത് രാപ്പകൽ പണിയെടുത്തയാളാണ് റഫീഖ് എന്ന് നാസർ എടക്കര ഉൾപ്പെടെയുള്ളവർ ഫേസ്ബുക്കിൽ കുറിച്ചു. താരത്തിന്റെ ഉള്ളിൽ ഒരു തമ്പുരാൻ ഒളിഞ്ഞിരിപ്പുണ്ടെന്നും പാർട്ടിയേക്കാൾ വലിയവനായി അദ്ദേഹത്തെ കാണുന്നത് നിർത്തണമെന്നുമാണ് ഇടതു പ്രൊഫൈലുകളുടെ ആവശ്യം. സന്ദർശനം രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുന്നു എന്ന് വരുത്താൻ മമ്മൂട്ടി നടത്തിയ ഓഞ്ഞ ഡിപ്ലോമസിയാണിതെന്നാണ് വിമർശനം. ഇത്രയും വലിയ സൈബർ ആക്രമണം നേരിടേണ്ടി വന്നതിൽ മമ്മൂട്ടി അതീവ അതൃപ്തനാണെന്നാണ് വിവരങ്ങൾ. കഴിഞ്ഞ ശനിയാഴ്ച ടൗൺഷിപ്പ് സന്ദർശിക്കുന്നതിനുടനീളം ജില്ലാ സെക്രട്ടറി ഒപ്പം നടന്നപ്പോഴാണ് നിങ്ങൾ എന്തിനാണ് എപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്നത്, മാറി നിന്നാൽ മതി എന്ന് മമ്മൂട്ടി പരസ്യമായി പറഞ്ഞത്. എന്നാൽ ഇത് തികച്ചും സ്വകാര്യമായ ഒരു സന്ദർശനമായിരുന്നെന്നും ആരോടും കൂടെ വരാൻ ആവശ്യപ്പെട്ടിരുന്നില്ലെന്നുമാണ് മമ്മൂട്ടിയോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഒഴിവാക്കാനാണ് താരം ഇത്തരത്തിൽ പ്രതികരിച്ചതെങ്കിലും സഖാക്കൾക്കിടയിൽ ഇത് വലിയ മുറിപ്പാടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മമ്മൂട്ടിയുടെ നിലപാടിനെ UDF ക്യാമ്പ് ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. ജനങ്ങളുടെ ടൗൺഷിപ്പ് എന്ന് മമ്മൂട്ടിയുടെ പരാമർശം സർക്കാരിനെ തള്ളുന്നതാണെന്നും പാർട്ടിക്കാരെ കൂടെ നിർത്തി രാഷ്ട്രീയം കളിക്കാൻ താരം തയ്യാറായില്ലെന്നും കോൺഗ്രസ് പ്രൊഫൈലുകൾ വാദിക്കുന്നു. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ CPM നേതാക്കൾക്ക് മമ്മൂട്ടി നൽകിയ ഷോക്ക് വലിയ വിജയമാണെന്നാണ് UDF അനുകൂലികളുടെ വിലയിരുത്തൽ. വയനാടൻ മണ്ണിലെ ഒരു സാധാ സന്ദർശനം ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ വലിയൊരു സൈബർ യുദ്ധമായി മാറിയിരിക്കുകയാണ്.